കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 യോഹന്നാൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതും ഇല്ല എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ദൈവ പൈതലാണ് എന്ന് പറയുകയും ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് പോവുകയും എല്ലാ കാര്യങ്ങളിലും നാം അതിൽ ഈടുപാട് ഉള്ളവരായിരുന്നാലും ദൈവത്തോട് കൂടെ നടക്കുന്നു എന്ന് നമുക്കൊരിക്കലും പറയുവാൻ സാധിക്കത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ദൈവവചനം കേൾക്കുന്നതിലോ പഠിക്കുന്നതിലോ അല്ലോ പഠിപ്പിക്കുന്നതിലോ അല്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളിലും നാം എത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നതിലാണ് നാം ദൈവത്തോടു കൂടെ എത്രത്തോളം ഇരിക്കുന്നു എന്ന് അറിയാം. പല ദൈവമക്കളെയും അവരുടെ വിശ്വാസത്തിൻ്റെ അളവ് നാം തിരിച്ചറിയുന്നത് അവരുടെ കഷ്ടസമയത്ത് മാത്രമാണ്. ഒരു ദൈവ പൈതൽ കഷ്ടസമയത്തിൽ ദൈവത്തിൽ തന്നെ കൂടുതൽ ആശ്രയം വയ്ക്കുകയും ദൈവത്തോട് പറ്റിരിക്കുകയും ചെയ്താൽ കർത്താവും ആ മനുഷ്യനും ഒത്തു നടക്കുന്നവർ വെളിച്ചത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചില മനുഷ്യർ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുകയും ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമ്പോൾ ഒരിക്കലും ദൈവത്തോടു കൂടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ഈ ദിവസത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ നാമും ക്രിസ്തുവായിട്ടുള്ള ഒരു കൂട്ടായ്മ എങ്ങനെ ഇരിക്കുന്നു എന്ന് നാം തന്നെ നമ്മെ ശോധന ചെയ്ത് അറിയേണ്ട ഒരു കാര്യമാണ്. സത്യം നാം മനസ്സിലാക്കണം. സത്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവമാണ്. നാം അതിൽ ഉറച്ചിരിക്കുകയും വേണം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ കർത്താവേ, ഞങ്ങൾ നിന്നോട് കൂടെ ഇരിക്കുന്നു അല്ലെങ്കിൽ നിന്നോട് കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രയാസവേളകളിൽ നാം കർത്താവെ വഴിവിട്ട് പോകുകയാണെങ്കിൽ ഒരിക്കലും നാം വെളിച്ചത്തിലല്ല, ഇരുട്ടിലാണ് എന്ന് നാം മനസ്സിലാക്കുകയും കർത്താവെ, നമ്മുടെ ഏത് പ്രതിസന്ധി വേളകളിലും അങ്ങിൽ തന്നെ ഒരു മനുഷ്യനിൽ ആശ്രയിക്കാതെ അങ്ങിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.